ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്തവർക്കെതിരെ ഒരുപാട് ഉപദ്രവങ്ങളും പീഡനങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയ സഭ ഒരു ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി, അതായത് ദൈവസഭയുടെ തുടക്കം മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് സാക്ഷിക്കുന്ന, ക്രിസ്തുവിനെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന ക്രിസ്തുവിശ്വാസികൾ അതിക്രൂരമായി, മൃഗീയമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. ക്രിസ്തുവിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന, ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന 10,000-കണക്കിന് വിശുദ്ധന്മാർ അവർ ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും മുമ്പിൽ ഒട്ടും പതറാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. സമ്പത്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. അതിൻ്റെ ഫലമായി അനേകർ ഈർച്ചവാളുകൊണ്ട് കൊല്ലപ്പെട്ടു. വിശന്നിരിക്കുന്ന ദുഷ്ടമൃഗങ്ങളുടെ മുമ്പിലേക്ക് അവർക്ക് ആഹാരമായിട്ട്, ഭക്ഷണമായിട്ട് എറിഞ്ഞു കൊടുത്തിരുന്നത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം തടവിലാക്കപ്പെട്ട പല വിശ്വാസികളെയുമായിരുന്നു. ചിലരെ കടലിൽ എറിഞ്ഞു കൊന്നു, ചിലരെ തീക്കിരയാക്കി, മറ്റു ചിലരെ കല്ലെറിഞ്ഞു കൊന്നു. 1-ാം നൂറ്റാണ്ടിൽ വളരെ ക്രൂരമായി വിശുദ്ധന്മാർ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ സഭാചരിത്രകാരനായ തെർത്തുല്യൻ അന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ലോകപ്രസിദ്ധമാണ്. രക്തസാക്ഷികളുടെ രക്തം, അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാരുടെ രക്തം സഭയുടെ വിത്താണ് എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. അത് തികച്ചും ശരിയാണ്. ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രൂരമായ പീഡനം 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു. ആദ്യമായി ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചത് യഹൂദന്മാരാണ്. യഹൂദ മതവും ക്രിസ്തീയ മാർഗവും തമ്മിൽ ദൈവസഭയുടെ ആരംഭം മുതൽ തന്നെ എതിർപ്പിൻ്റെ പാതയിലായിരുന്നു. യഹൂദ മതമായിരുന്നു ക്രിസ്തീയ മാർഗത്തിൽ ജീവിക്കുന്നവരെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കുവാൻ ആദ്യമായി ആരംഭിച്ചത്. അവർ യേശുവിനെ ക്രൂശിച്ചവരാണ്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവരാണ്. അപ്പോസ്തലന്മാരിൽ മിക്കവാറും എല്ലാവരെയും മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും പള്ളിഭ്രഷ്ടരാക്കുകയും ഒക്കെ ചെയ്തവരാണ് യഹൂദന്മാർ. യേശുക്രിസ്തുവിനോടും അവർക്ക് വിരോധമുണ്ടായിരുന്നു. ക്രിസ്തു ന്യായപ്രമാണം അനുസരിക്കുന്നില്ല, ക്രിസ്തു മോശയുടെ കൽപ്പനകൾ ലംഘിക്കുന്നു. ഇതാണ് യഹൂദന്മാർക്ക് ക്രിസ്തുവിനോടുണ്ടായിരുന്ന വിരോധം. മാത്രമല്ല, യേശുക്രിസ്തു താൻ ദൈവമാണെന്ന് പറഞ്ഞതും അവരെ പ്രകോപിപ്പിച്ച ഒരു വിഷയമാണ്. ജനങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തുവിന് വർദ്ധിച്ചു കൊണ്ടിരുന്ന ബഹുമാനം, അംഗീകാരം ഇതവരെ ചൂടിപ്പിച്ചു. യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇതെല്ലാം അവരെ ആകപ്പാടെ അസ്വസ്ഥരാക്കി. ക്രിസ്തു ശബത്തിനെ ലംഘിക്കുന്നു എന്നതായിരുന്നു അവരുടെ മറ്റൊരു പരാതി. ഇതിനൊക്കെ അവർ പരിഹാരമായിട്ട് കണ്ടത് ക്രിസ്തുവിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ്. അത് തന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്കും ഈ ലോകം നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നതും ഉപദ്രവിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി
ഏതെല്ലാം പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡോക്ടർമാരും ആശുപത്രികളും കൈവിട്ട അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, അനേക നന്മപ്രവൃത്തികൾ ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്ന ക്രൈസ്തവർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ വർദ്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല എന്നുള്ളതാണ്. യേശുവിന് മുൾമുടി കൊടുത്ത ലോകം തൻ്റെ ശിഷ്യന്മാരെയും ആ നിലയിൽ തന്നെയാണ് സമീപിക്കുന്നത് എന്നതും യേശു മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ്. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് യേശു പറയുമ്പോൾ സർവജ്ഞാനിയായ യേശു കർത്താവിൻ്റെ മനസ്സിൽ തൻ്റെ ശിഷ്യന്മാരും പിച്ചി ചീന്തപ്പെടും, ഉപദ്രവിക്കപ്പെടും. ഒരു കുഞ്ഞാടിനെ ചെന്നായ്ക്കൾ കാണുമ്പോൾ കൂട്ടമായി കാട്ടുചെന്നായ്ക്കൾ കുഞ്ഞാടിനെ പിച്ചി ചീന്തുന്നത് പോലെ തൻ്റെ വിശുദ്ധന്മാർ, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ ഉപദ്രവിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം എന്ന് യേശു അവരെ പഠിപ്പിച്ചു. തീർച്ചയായും സഭാചരിത്രം ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് കാലത്തും എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകും. എങ്കിലും ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് അവരോട് കൂടെയിരിക്കും, അവരെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും, അവരിലൂടെ തൻ്റെ നാമത്തെ ദൈവം മഹത്വപ്പെടുത്തും. അതുകൊണ്ട് തീർച്ചയായും ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം.